ഹെവൻ ആൻഡ് ഹെൽ, സ്വർഗം നരകം എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യാപ്തമാണ്. അതേമാതിരി ഒരാൾക്ക് ഒരിക്കലും നരകത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇയാളിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്, ദൈവമേ എൻ്റെ ഈ ജീവിതത്തിന് ശേഷം എനിക്ക് ഒരിക്കലും നരകത്തിൽ പോകേണ്ട അവസരം ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട് മാസങ്ങളും വർഷങ്ങളോടും ഇരിക്കുകയാണ്. അത് കണ്ടിട്ടൊരു ദിവ്യൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയും, മകനെ നിനക്ക് എന്താ അത്ര ഭയം നരകത്തിലേക്ക് പോകാൻ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ഭൂമിയിലെല്ലാം അനുഭവിച്ചതിന് ശേഷം എനിക്ക് രണ്ടാമത് ഇനി നരകത്തിൽ പോയി അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറയും, നിങ്ങൾ നരകവും സ്വർഗവും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ ഒന്ന് തൊടൂ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടിട്ട് വേഗം ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോവാണ്. നരകത്തിൽ നോക്കുമ്പോൾ ഇയാൾ പ്രതീക്ഷിച്ച മാതിരിയൊന്നുമല്ല നരകം. വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം, വ്യാപ്തമായിരിക്കണു, പല വൃക്ഷങ്ങളുണ്ട്, ആഹാരം കഴിക്കാൻ ഇഷ്ടംപോലെ ആഹാരമുണ്ട്. നേരെ ഡൈനിങ് ടേബിളിൽ നോക്കുമ്പോൾ എല്ലാ ആഹാരങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരെല്ലാം വഴക്ക് പറഞ്ഞ് തമ്മിൽ വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, ഇവരുടെയൊക്കെ മുട്ട് മടക്കാൻ വയ്യ, കയ്യിൻ്റെ മുട്ട് മടക്കാൻ വയ്യ, ആഹാരം ഇവർ വായലേക്ക് കൊണ്ടുപോകാൻ വയ്യ. ആ സ്ഥിതിയിൽ തമ്മിൽ എല്ലാ പാത്രങ്ങളും തട്ടിയിടണോ, കഴിക്കാൻ പറ്റാനില്ല, ദേഷ്യം വരണോ. ഇത് കണ്ടിട്ട് ഇയാൾ പറയും, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരിക്കലും സ്വർഗത്തിലേക്ക് പോയാൽ മതി, എനിക്കൊരിക്കലും നരകത്തിലേക്ക് വരണ്ട എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയും, നമുക്ക് സ്വർഗത്തിൽ പോയി നോക്കാം. സ്വർഗത്തിൽ നോക്കുമ്പോഴും ഇതേ സ്ഥിതി തന്നെയാണ് അവിടെയും ആഹാരം ഇതേമാതിരി വച്ചിരിക്കണു, ആൾക്കാരെ മുട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, കൈ മടക്കാൻ പറ്റണില്ല. പക്ഷേ ഇവിടെ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു. നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർ ആഹാരമെടുത്ത് അന്യരുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളുടെ വായിൽ ആഹാരം എടുത്ത് കൊടുക്കണു, അവരെല്ലാവരും സംതൃപ്തരായ ആഹാരം കഴിച്ച് അവർ സന്തോഷിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ദിവ്യൻ അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ കോൺസെപ്റ്റും ലൈഫിൽ. Heaven on earth can be created by us if we think of other people and work for their benefits and their good and stop being extremely selfish in our thoughts.